നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം ഇക്കാലത്തെയും ഉയർന്ന റെക്കോർഡിൽ. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപ എന്ന സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. മുൻ സാമ്പത്തിക വർഷത്തിലെ 1.54 ലക്ഷം കോടി രൂപയിൽ നിന്ന് 15.6% വർധനവാണ് ഇതിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല 2020-2021 രേഖപ്പെടുത്തിയ 84,643 കോടി രൂപയുടെ ഇരട്ടിയിലധികമാണിത്. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 4 ഇരട്ടിയോളമായി വർദ്ധിച്ചു. 2013-2014 43,746 കോടി രൂപയിൽ നിന്നും നിലവിൽ റെക്കോർഡ് നിലവാരത്തിലേക്കാണത് ഉയർന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ സ്വാശ്രയത്തിനായിട്ടുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് ഇത് അടിവരയിടുന്നു. കരനാവിക വ്യോമസേനകളുടെ നവീകരണത്തിനും മൂലധന സമ്പാദനത്തിനുമായി മാറ്റിവെച്ച 2.19 ലക്ഷം കോടി രൂപ ഉൾപ്പെടെ പ്രതിരോധ മേഖലയ്ക്കായി 2026 കേന്ദ്ര ബജറ്റിൽ റെക്കോർഡ് തുകയായ 7.85 ലക്ഷം കോടി രൂപ വകയിരുത്തി മാസങ്ങൾക്ക് ശേഷമാണ് തദ്ദേശീയ ഉൽപ്പാദനത്തിൽ ഈ കുതിച്ചാട്ടം ഉണ്ടായിരിക്കുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തിലെ മൊത്തം പ്രതിരോധ ഉൽപ്പാദനത്തിന്റെ ഏകദേശം 76% ഡിഫൻസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് നൽകിയതെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം മുൻ വർഷത്തെ 22% നിന്ന് 24% ഉയർന്നു. സ്വകാര്യ മേഖലയിലെ ഉൽപ്പാദനം ഏകദേശം 42,000 കോടി രൂപയായി എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വികാസം 2025-2026 സാമ്പത്തിക വർഷത്തിൽ 38,424 കോടി രൂപയുടെ റെക്കോർഡ് പ്രതിരോധ കയറ്റുമതി കൈവരിക്കാൻ ഇന്ത്യയെ സഹായിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കുന്നു. തദ്ദേശീയ ഉൽപ്പാദനത്തിന് സർക്കാർ നൽകുന്ന മുൻഗണനയാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ചരിത്രപരമായ ഈ നാഴികക്കല്ല് കൈവരിക്കുന്നതിനായി പ്രയത്നിച്ച പ്രതിരോധ ഉൽപ്പാദന വകുപ്പ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ മേഖല എന്നിവയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംഭരണ പദ്ധതികൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്ന വേളയിലാണ് ഈ നാഴികക്കല്ല് കൈവരിച്ചിരിക്കുന്നത്. നിലവിൽ സർക്കാർ പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യോമസേനയ്ക്കായി 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വൻകിട പദ്ധതിയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ നിർദ്ദിഷ്ട കരാറിന് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംഭരണ പരിപാടിയായി മാറും. തദ്ദേശീയമായ ഉൽപ്പാദനത്തിന് വലിയ മുൻഗണന നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് കരാറിലെ ഭൂരിഭാഗം യുദ്ധവിമാനങ്ങളും ഘട്ടം ഘട്ടമായി ആഭ്യന്തര വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ വൻതോതിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കാനുള്ള ബഹുമുഖ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. LCA തേജസ്, MK-1A അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തുടങ്ങിയ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതികൾക്ക് ദീർഘകാല മുൻഗണന നൽകുമ്പോൾ തന്നെ റഷ്യയുടെ അത്യാധുനിക 5ാം തലമുറ സുഖോയ് 57 യുദ്ധവിമാനത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തുടരുന്നുണ്ട്. കൂടാതെ 97 തേജസ് MK യുദ്ധവിമാനങ്ങൾ കൂടി വൻതോതിൽ വ്യോമസേനയുടെ ഭാഗമാക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുന്നുണ്ട്. അതേസമയം വാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തങ്ങളുടെ ഉൽപ്പാദനശേഷി വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രോജക്ട് 75-1 അന്തർവാഹിനി പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സമുദ്ര മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കും വേഗതയേറുകയാണ്. ജർമ്മനിയുടെ തീസൻക്രബ് മറൈൻ സിസ്റ്റംസും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ലിമിറ്റഡും ചേർന്ന് ഇന്ത്യയിൽ അടുത്ത തലമുറയിൽപ്പെട്ട 6 പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള ഏകദേശം $8 ബില്യൺ കരാറുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എയർ ഇൻഡിപെൻഡൻസ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയുള്ള അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും വർദ്ധിച്ചു വരുന്ന നാവിക നീക്കങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തമാക്കാനും ലക്ഷ്യമിടുന്നു. പൂനെ ആസ്ഥാനമായിട്ടുള്ള സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യത്തെ ആയുധസജ്ജമായ മനുഷ്യരഹിത ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ തങ്ങളുടെ സേനയുടെ ഭാഗമാക്കാൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുകയാണ്. സ്വയംഭരണ സമുദ്ര യുദ്ധമുറകളിലേക്കും നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിലേക്കും രാജ്യം ചൂടുവെക്കുന്നതിൽ ഇത് നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ സംഭരണവും പ്രതിരോധ മന്ത്രാലയം വേഗത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024-2025 കാലയളവിൽ 2.09 ലക്ഷം കോടിയിലധികം രൂപയുടെ 193 പ്രതിരോധ കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ 92% ആഭ്യന്തര വ്യവസായ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്. തദ്ദേശീയ ഉൽപ്പാദനശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ വിപുലമായ ശ്രമങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്.